ഈ ബജറ്റ് ഞാൻ ഇതിനേക്കാളും നന്നാവുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. കാരണം നിർമ്മലാ സീതാരാമൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അവരൊരു ഫിനാൻസ് മിനിസ്റ്റർ എന്ന രീതിയിൽ, വനിതാ ഫിനാൻസ് മിനിസ്റ്റർ എന്ന രീതിയിലൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ബജറ്റുകൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. എന്നാൽ ഇത്തവണത്തെ ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു പ്രകടന പത്രിക ബജറ്റ് ആയിപ്പോയി. അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. അത് ബീഹാറിൽ നിന്ന് തുടങ്ങി ആന്ധ്രയിൽ അവസാനിക്കുന്ന ഒരു ബജറ്റായി എന്നുള്ള വിമർശനം ഞാൻ നിലനിർത്തുക. പക്ഷേ ഇതിനകത്ത് കുറച്ച് സൂക്ഷ്മമായ തലങ്ങളുണ്ട്. ആ സൂക്ഷ്മമായ തലങ്ങളിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞിട്ടുള്ള MSME സെക്ടറാണ്. MSME സെക്ടറിനെ കുറിച്ച് പറയുന്നത് 43ാമത്തെ ഖണ്ഡിക, അതായത് പ്രയോറിറ്റി സെക്ടർ 4ലാണ് MSME സെക്ടറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അവർ പറയുന്നുണ്ട്, നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന എ സെപ്പറേറ്റ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് സെൽഫ് ഫിനാൻസിങ് ഗ്യാരണ്ടി ഫണ്ട് എന്നതിനെക്കുറിച്ച് ഭരണപക്ഷത്തെക്കുറിച്ചുള്ള ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞു തന്നാൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഈ ഇത്തരത്തിലുള്ള MSME ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ കുറേ കൂടെ മുന്നോട്ട് വരും എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പൊതുവിലുള്ളൊരു പ്രശ്നം, നമ്മുടെ MSMEകളിൽ നല്ലൊരു ശതമാനം ആളുകൾ അവരുടെ സിബിൽ റേറ്റിംഗ് താഴെ പോയി കിടക്കുകയാണ്. അവർ വളരെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കോവിഡിൻ്റെ കാലത്ത് ഒരുപാട് ലോണുകൾ, നിർമ്മലാ സീതാരാമൻ്റെ പ്രഖ്യാപനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കോവിഡിൻ്റെ കാലം മുതൽ ഇപ്പോഴും പോസ്റ്റ് കോവിഡ് ഇറയിൽ GDP ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഈ MSME സെക്ടറുകൾ പലതും പൂട്ടിപ്പോവുകയാണ്. പലതും ഉടമസ്ഥാവകാശം കൈമാറിപ്പോവുകയാണ്. ഞാൻ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടും കോഓപ്പറേറ്റീവ് സെക്ടറിലെ ഒരു പ്രൈമറി സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ടും പറയുകയാണ്, പല ഷോപ്പുകളും ചെന്ന് നോക്കുമ്പോൾ വേറെ ആളാണ് ഇരിക്കുന്നത്, മറ്റേ ആൾ കടത്തിലായിപ്പോയി. അപ്പം അത്തരം കടത്തിലായിപ്പോയ MSMEകളെ ഒന്ന് കൈപിടിച്ചുയർത്താൻ, അവരുടെ സിബിൽ റേറ്റിംഗ് എങ്കിലും മെച്ചപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ അവരുടെ കടം തള്ളിക്കളയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പലിശയെങ്കിലും കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇപ്പോൾ 2 ലക്ഷം കോടി ഉറുപ്പിക റിസർവ് ബാങ്കിൽ നിന്ന് ഒരു വലിയ ബോണസ് ഫണ്ട് പോലെ കിട്ടി, കാരണം അവരുടെ ലാഭവിഹിതം കൊടുത്തു. പക്ഷെ അതൊന്നും ചെയ്തില്ല. പിന്നെ എല്ലാവരും പറയുന്നത് മുദ്രാ ലോണ് 20 ലക്ഷം ആക്കി എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ഞാനത് വായിക്കാം. അത് പറഞ്ഞിട്ടുള്ളത് 46ാമത്തെ ഖണ്ഡികയിലാണ്. ലിമിറ്റ് ഓഫ് മുദ്രാ ലോൺസ് വിൽ ബി എൻഹാൻസ്ഡ് ടു 20 lakhs. അവിടെ നിർത്തരുത് വായന. ഫ്രോം ദ കറണ്ട് 10 lakhs ഫോർ ദോസ് എൻ്റർപ്രണേഴ്സ് ഹൂ ഹാവ് അവെയിൽഡ് ആൻഡ് സക്സസ്ഫുള്ളി റീപെയ്ഡ് പ്രീവിയസ് ലോൺസ് അണ്ടർ തരുൺ കാറ്റഗറി. തരുൺ, കൗശിക്, അങ്ങനെ പല കാറ്റഗറിയുണ്ട്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ കാറ്റഗറിയിൽ ലോൺ എടുത്ത് സക്സസ്ഫുള്ളായി തിരിച്ചടച്ചവർക്ക് 20 ലക്ഷം കൊടുക്കുന്ന പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് മുദ്രാ ലോൺ 20 ലക്ഷം ആക്കിയെന്ന് TV-യിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കണ്ടീഷൻസ് വെച്ച് നമ്മൾ ഓടാൻ പറയുകയും കാലിലൊരു കല്ല് കെട്ടിയിടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഞാനിതിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് പോവല്ല, ഒരു പ്രഖ്യാപനം വന്ന ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്നത് കേരളത്തിന് ചർച്ച ചെയ്യാവുന്നൊരു കാര്യമാണ്. ഡീറ്റെയിൽസ് ഇല്ല. ഓഫ് ഷോർ മൈനിങ് ഓഫ് മിനറൽസിനെ കുറിച്ചും 56-57 ഖണ്ഡികകളിൽ വിശദമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പറയുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ മിഷൻ ഫോർ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്തിന്, മിനറലുകൾ. അപ്പോൾ മിനറലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവർക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അവിടെ നോക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇതിലേറ്റവും വിശദമായി പറയുന്ന 80ാമത്തെ ഖണ്ഡിക ഇൻഫ്രാസ്ട്രക്ചർ, അതായത് 7ാമത്തെ പ്രയോറിറ്റിയാണ്. 7ാമത്തെ പ്രയോറിറ്റിയിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നൊരു കണക്ക് 11,11,111 കോടി ആണ്. 11,11,111. അപ്പം അത് വളരെ വലിയൊരു തുകയാണ്. അത് GDP-യുടെ 3.4% ആണ് എന്നുള്ളത് ഒരു ഇംപ്രസീവ് ഫിഗറാണ്, 11 ലക്ഷം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ആകെ ബജറ്റ് എന്ന് പറയുന്നത് 48 ലക്ഷം കോടിയാണ്. അപ്പോൾ 48 ലക്ഷം കോടിയിൽ ഈ 11 ലക്ഷം കോടിയും ഇൻഫ്രാസ്ട്രക്ചർ ആണോ എന്ന് നോക്കിയിട്ട് ബജറ്റ് അറ്റ് ഗ്ലാൻസിലേക്കൊക്കെ നോക്കുമ്പോൾ അത് അവിടെ ബുക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല.
അപ്പോൾ അത് ഞാൻ ഇല്ല എന്ന് പറയല്ല, അതുണ്ടെങ്കിൽ എങ്ങനെയാണത് അൻവിസാജ് ചെയ്തിട്ടുള്ളത് വ്യക്തതയില്ല. ഇങ്ങനെ നെഗറ്റീവ് പറയാതെ പോസിറ്റീവായിട്ടുള്ള വല്ലതും പറ. അല്ല, ഞാൻ പോസിറ്റീവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ക്ലിയർ അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞതിൽ ഞാൻ നെഗറ്റീവ് അല്ല പറയുന്നത്. ഈ 11,11,11,111 തെറ്റാതെ വായിച്ചോളണം. അപ്പം അതുകൊണ്ട് ഒരുപാട് ഒന്നുകളുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ എങ്ങനെയാണ് അതിൻ്റെ അലൊക്കേഷൻ, അത് റെയിൽവേക്ക് എത്രയാണ്, അത് നമ്മുടെ ഹൈവേക്ക് എത്രയാണ്, നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലെ ഹൈവേകൾക്ക് എത്രയാണ്, ഇത്തരത്തിലുള്ള സ്പെസിഫിസിറ്റി ഇല്ല എന്നാണ് ഞാൻ വിമർശിക്കുന്നത്. അതുമാത്രമല്ല 48 ലക്ഷം കോടിയിൽ 11 ലക്ഷം കോടിയും അങ്ങനെയാണോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയേണ്ടതാണ്. അതേപോലെ തന്നെ ഞാൻ ടാക്സസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ആക്കും എന്നൊക്കെ ആണെങ്കിലും അതാക്കിയില്ല. കാരണം ടാക്സ് പിരിക്കാൻ തന്നെയാണ് നിർമ്മല സീതാരാമൻ തീരുമാനിച്ചിട്ടുള്ളത്. ചെറിയ ഒരു സൗകര്യം 50,000 എന്നുള്ള സ്റ്റാൻഡേർഡ് റിഡക്ഷൻ 75 അപ്പോൾ ആരെയും ഒന്നും വിഷമിപ്പിച്ചില്ല, എന്നാലും ഒന്ന് തൊട്ട് സന്തോഷിപ്പിച്ചു എന്നല്ലാതെ അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത്രയെങ്കിലായി, ബെറ്റർ എ ലിറ്റിൽ ദാൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ കുറച്ച് കിട്ടിയെങ്കിൽ നന്നായി, തീരെ കിട്ടാത്തേക്കാൾ നല്ലതാണല്ലോ. എന്തായാലും നമുക്ക് ഈ ബജറ്റിനെ കുറിച്ച് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബജറ്റ് ഇതിനേക്കാളും നല്ലതാവേണ്ടതായിരുന്നു. ഈ ബജറ്റ് മൂന്നാമത്തെ ഗവൺമെൻറ് വന്നു, അത് വീഴാൻ പോവാണ് എന്ന പേടിയിൽ നിന്ന് ഉത്ഭവിച്ചൊരു ബജറ്റായിപ്പോയി. മറിച്ച് ഞങ്ങൾ 11ാം കൊല്ലവും ഭരിക്കാൻ പോവാണ്, അതുകൊണ്ട് വളരെ വലിയൊരു മാറ്റം വരുത്താനിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർഷകർക്കും തൊഴിലാളികൾക്കും യുവാക്കൾക്കും ഒക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു ബജറ്റാകുമായിരുന്നു. ഇത് ഗവൺമെൻറ്റിൻ്റെ 2ാം കൊല്ലത്തെ ബജറ്റല്ല, അല്ലെ ആദ്യത്തെ കൊല്ലത്തെ ബജറ്റല്ല, 11ാം കൊല്ലത്തെ ബജറ്റാണ്. അതുകൊണ്ട് 11ാമത്തെ ബജറ്റാണിത്. അവിടെ പോലും നമുക്ക് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സൊളേസ് അത് കാണുന്നില്ല എന്ന വിമർശനമാണ് ഞാൻ. അതിലെ പോസിറ്റീവായ കാര്യങ്ങളില്ല എന്നല്ല. 60,000 കോടിയാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അത് 86,000 കോടി വരെ ആകാം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ ബജറ്റ് പ്രസംഗത്തിലില്ലാത്തതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം ഒരു 400 ഉറുപ്പിക ആക്കും എന്ന പ്രഖ്യാപനം ഉണ്ടായില്ല. 2, അർബൻ സെൻറ്ററുകളിൽ, ഇതൊക്കെ പ്രീ ബജറ്റ് ഡിസ്കഷൻ്റെ ഭാഗമാണ്, അർബൻ സെൻറ്ററുകളിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി പോലൊരു പദ്ധതി കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായില്ല. എങ്കിലും ക്ഷമിക്കണം, നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.9 നിന്ന് 5.8 നിന്ന് 4.9 കുറഞ്ഞു. അത് കാരണങ്ങൾ എന്തോ ആവട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കുറേ കൂടെ കൈയടച്ച് പണം കൊടുക്കണം. അതിലൊരു കാര്യം കൂടെ പറയാം, 50 വർഷത്തേക്ക് 50 വർഷത്തേക്ക് പലിശയില്ലാത്ത ലോൺ കൊടുക്കാൻ ഇൻഫ്രാസ്ട്രക്ചറിൽ നിർമ്മലാ സീതാരാമൻ ഈ ഓണയും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഓണയും പറഞ്ഞതാണ്. അത് കേരളം അവൈൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് കേരള ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ് പറയേണ്ടത്. അപ്പോൾ അതൊക്കെ ആളുകൾ എത്ര അവൈൽ ചെയ്തു, എത്ര ഗവൺമെൻറ്റുകൾ എത്ര അവൈൽ ചെയ്തു, ഇതൊന്നും നമ്മുടെ പ്രസംഗത്തിലോ ഡീറ്റെയിൽ റിപ്പോർട്ടിലോ കാണുന്നില്ല. എന്തായാലും വേണ്ടില്ല, ഇത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഈ ഘടകകക്ഷികൾക്ക് വേണ്ട ഒരു ബജറ്റ് വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.